നമുക്ക് ദൈവവചനം ശ്രവിക്കാം. സങ്കീർത്തനങ്ങൾ 56 മുതൽ 67 വാക്യങ്ങൾ. 56 സങ്കീർത്തനം. ഞാൻ നിർഭയനായി ദൈവത്തിൽ ആശ്രയിക്കും. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു. ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദിവസം മുഴുവനും എന്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു. അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു. ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു. അവരുടെ ചിന്തകൾ അത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്നാണ്. അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു. അവർ എന്റെ പ്രാണന് വേണ്ടി പതിയിരുന്ന എന്റെ കാലടികളെ നിരീക്ഷിക്കുന്നു. അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ. ദൈവമേ, ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ. അവിടുന്ന് എന്റെ അരച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ ശത്രുക്കൾ പിന്തിരിയും. ദൈവം എന്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ, ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവമേ, അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കും. ഞാൻ ദൈവസന്നിധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എന്റെ ജീവനെ മരണത്തിൽ നിന്നും എന്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. 57 സങ്കീർത്തനം. ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്. അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും. ദൈവമേ, അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. അവർ എന്റെ കാലടികൾക്ക് വല വിരിച്ചു. എന്റെ മനസ്സിടിഞ്ഞുപോയി. അവർ എന്റെ വഴിയിൽ കുഴി കുഴിച്ചു. അവർ തന്നെ അതിൽ പതിച്ചു. എന്റെ ഹൃദയം അചഞ്ചലമാണ്. ദൈവമേ, എന്റെ ഹൃദയം അചഞ്ചലമാണ്. ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. എന്റെ ഹൃദയമേ, ഉണരുക. വീണയും കിന്നരവും ഉണരട്ടെ. ഞാൻ പ്രഭാതത്തെ ഉണർത്തും. കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. 58 സങ്കീർത്തനം. ദുഷ്ടന്മാരോട് പ്രതികാരം. ശക്തരെ, നിങ്ങളുടെ വിധി നീതിനിഷ്ഠമാണോ? പരമാർത്ഥതയോടെയാണോ നിങ്ങൾ മനുഷ്യമക്കളെ വിധിക്കുന്നത്? നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ഉരുവായപ്പോൾ മുതൽ ദുഷ്ടർ വഴിപിഴച്ചിരിക്കുന്നു. ജനനം മുതലേ നുണ പറഞ്ഞ് അവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു. അവർക്ക് സർപ്പത്തിൻ്റെത് പോലെയുള്ള വിഷമുണ്ട്. ചെവിയടഞ്ഞ അണലിയെ പോലെ ബധിരരാണ് അവർ. പാമ്പാട്ടിയുടെയോ മാന്ത്രികന്റെയോ സ്വരം അത് കേൾക്കുന്നില്ല. ദൈവമേ, അവരുടെ പല്ല് തകർക്കണമേ. കർത്താവേ, യുവസിംഹങ്ങളുടെ ദംഷ്ടങ്ങൾ പിഴുതെറിയണമേ. ഒഴുകി മറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ. പുല്ല് പോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞു പോവുകയും ചെയ്യട്ടെ. ഇഴഞ്ഞു പോകുമ്പോൾ അരിഞ്ഞു തീരുന്ന ഒച്ചുപോലെയാകട്ടെ അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാമ്പിള്ളെ പോലെയാകട്ടെ. നിങ്ങളുടെ കാലത്തിന് ചൂടേൽക്കുന്നതിന് മുൻപ് തന്നെ ചുള്ളിവിറകുകൾ പച്ചയും എരിയുന്നതും ഒന്നുപോലെ അവിടുന്ന് പറത്തിക്കളയും. പ്രതികാരം കണ്ട് നീതിമാൻ സന്തോഷിക്കും. ദുഷ്ടരുടെ രക്തത്തിൽ അവർ കാലുകഴുകും. നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും. 59 സങ്കീർത്തനം. ദൈവം എന്റെ ശക്തിദുർഗം. എന്റെ ദൈവമേ, ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ.
എന്നെ എതിർക്കുന്ന അവനിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അതാ അവർ എന്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു. ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു. കർത്താവേ, ഇതെന്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല, എന്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയടുക്കുന്നത്. ഉണർന്നെഴുന്നേറ്റ് എന്റെ സഹായത്തിന് വരണമേ. അങ്ങ് തന്നെ കാണണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണ്. ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരണമേ. വഞ്ചനയോടെ തിന്മ നിരൂപിക്കുന്നവരിൽ നിന്ന് ഒരുവിനെയും വെറുതെ വിടരുതേ. സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു. നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു. അവരുടെ വായ് അസഭ്യം ചൊരിയുന്നു. അവരുടെ അധരങ്ങൾ വാളാണ്. ആരുണ്ട് കേൾക്കാൻ എന്നവർ വിചാരിക്കുന്നു. കർത്താവേ, അങ്ങ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് സകല ജനതകളെയും പുച്ഛിക്കുന്നു. എന്റെ ബലമായവനെ, ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ദൈവമേ, അങ്ങ് എനിക്ക് കോട്ടയാണ്. എന്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും. എന്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്ക് ഇടയാക്കും. അവരെ കൊന്നുകളയരുതേ, അല്ലെങ്കിൽ ജനം അവിടത്തെ വിസ്മരിക്കും. ഞങ്ങളുടെ പരിചയായ കർത്താവേ, അവിടത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ. അവരുടെ വായിലെ പാപനിമിത്തം അധരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ കെണിയിൽ കുടുങ്ങട്ടെ. അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ. അവരെ ഉന്മൂലനം ചെയ്യണമേ. അങ്ങനെ ദൈവം യാക്കോബിന്റെ മേൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ. സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു. നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു. അവർ ആഹാരത്തിന് വേണ്ടി ചുറ്റിത്തിരിയുന്നു. തൃപ്തിയാകുമ്പോഴും കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു. ഞാൻ അങ്ങയുടെ ശക്തി പാടി പുകഴ്ത്തും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എന്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എന്റെ കോട്ടയും അഭയവുമായിരുന്നു. എന്റെ ബലമായവനെ, ഞാൻ അങ്ങേക്ക് സ്തുതികൾ ആലപിക്കും. ദൈവമേ, അങ്ങാണ് എന്റെ ദുർഗം, എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം. 60-ാം സങ്കീർത്തനം. തോൽപ്പിക്കപ്പെട്ട ജനതയുടെ വിലാപം. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചു. ഞങ്ങളുടെ പ്രതിരോധ നിരകൾ തകർത്തു. അവിടുന്ന് കുപിതനായിരുന്നു. ഞങ്ങളെ കടാക്ഷിക്കണമേ. അവിടുന്ന് ഭൂമിയെ വിറപ്പിച്ചു. അവിടുന്ന് അതിനെ പിളർന്നു. അതിന്റെ വിള്ളലുകൾ നികത്തണമേ. അത് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു. അങ്ങ് സ്വന്തം ജനത്തെ കഠിനയാതനയ്ക്ക് ഇരയാക്കി. അവിടുന്ന് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു. വില്ലിൽ നിന്നും ഓടിയകലാൻ തന്റെ ഭക്തർക്ക് അടയാളമായി അവിടുന്ന് ഒരു കൊടി ഉയർത്തി. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്തു കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ പ്രിയജനം മോചിതരാകട്ടെ. ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അരുളി ചെയ്തു. ആനന്ദപൂർവ്വം ഞാൻ ഷെക്കീമിനെ വിഭജിക്കുകയും സുക്കോത്ത് താഴ്വര അളന്നു തിരിക്കുകയും ചെയ്യും. ഗിലിയാദ് എന്റേതാണ്, മാനസയെയും എന്റേത് തന്നെ. എഫ്രിയാം എന്റെ പടത്തൊപ്പിയും യൂദ എന്റെ ചെങ്കോലുമാണ്. മെവാബ് എന്റെ ക്ഷളനപാത്രം. ഏദോമിൽ ഞാൻ എന്റെ പാതുകം അഴിച്ചുവെക്കും. ഫിലിസ്തീനയുടെ മേൽ ഞാൻ വിജയഘോഷം മുഴക്കും. സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ആരെന്നെ കൊണ്ടുപോകും? ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചല്ലോ. അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം ഇല്ലല്ലോ. ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും. അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത്.